ഇന്ത്യയും ചൈനയും വർഷങ്ങളോളം പതിറ്റാണ്ടുകളോളം ബദ്ധശത്രുക്കളായി തന്നെ തുടരുമെന്ന കണക്കൂട്ടലായിരുന്നു പാകിസ്ഥാനും അമേരിക്കയും തുർക്കിയും അടക്കമുള്ള ശത്രു രാജ്യങ്ങൾ. ഇപ്പോഴെന്തായി? ചൈനയുടെ ഇന്ത്യയുമായുള്ള ലോകത്താരും പ്രതീക്ഷിക്കാത്ത ഞെട്ടിക്കുന്ന ബന്ധത്തിനുള്ള നീക്കങ്ങൾ, നയതന്ത്ര ശക്തിപ്പെടുത്തലുകൾ, ഇതൊക്കെ അമേരിക്കൻ പാകിസ്ഥാനും തെല്ലൊന്നുമല്ല ഞെട്ടിച്ചിരിക്കുന്നത്. അവർ ഇനിയും ഞെട്ടിക്കൊണ്ടേയിരിക്കും. കാരണം ഇനിയും അങ്ങോട്ട് ഇന്ത്യ ചൈന ബന്ധത്തിൽ കൂടുതൽ ലോകം ഞെട്ടുന്ന സംഭവ വികാസങ്ങൾ നടക്കാൻ പോവുകയാണ്. ഇത്രയും കാലം ചൈനയുടെ രക്തം ഊറ്റിക്കുടി ജീവിച്ച പാകിസ്ഥാന്റെ തനി സ്വരൂപം ഇപ്പോഴാണ് ചൈന തിരിച്ചറിഞ്ഞത്. അതറിഞ്ഞപ്പോഴാണ് ചൈനയും പാകിസ്ഥാനും തമ്മിൽ അകന്നു തുടങ്ങിയത്. അങ്ങനെയാണ് ചൈന അമേരിക്കയെ വിട്ട് പാകിസ്ഥാനെ വിട്ട് ഇന്ത്യയുടെ ഭാഗത്തേക്ക് വ്യക്തമായി തിരിഞ്ഞത്. പൊതുവെ ഒരു ദരിദ്ര രാഷ്ട്രമാണ് പാകിസ്ഥാൻ. സാമ്പത്തിക പ്രതിസന്ധി എന്നല്ല പറയേണ്ടത്, സാമ്പത്തിക കുപ്രസിദ്ധിയുള്ള രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയേണ്ടി വരും. കാരണം രക്തച്ചൊരിച്ചിലും അനാവശ്യമായ ധൂർത്തും അഴിമതി, കള്ളക്കടത്ത് ഇനി പാകിസ്ഥാൻകാർ ചെയ്യാത്ത ഒരു കാര്യവും ഈ ലോകത്തുണ്ടാകില്ല. പക്ഷേ ഇതൊക്കെ അമേരിക്കയ്ക്ക് ഒരു പ്രശ്നവുമില്ല, ട്രംപിന് ഒരു പ്രശ്നവുമില്ല. മെക്സിക്കോയിലോ വെനിസുലയിലോ വല്ലതും എന്തെങ്കിലും നടന്നാൽ അവിടെ ഇതാ മയക്കുമരുന്ന് കടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ലോകത്തെ മൊത്തം വിളിച്ചറിയിക്കുന്ന ഡൊണാൾഡ് ട്രംപ് പക്ഷേ പാകിസ്ഥാനിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ, അവിടുത്തെ കള്ളക്കടത്ത്, കൊള്ള, കൊല ഒന്നും കണ്ട മട്ടെടുക്കുന്നില്ല. കാരണം എന്താണ്? അതിനൊരു കാരണമുണ്ട്. അത് പതിയെ പറയാം. ചൈനയുമായി സാമ്പത്തിക പദ്ധതികൾക്ക് സ്വന്തം ഭൂമി തീരെഴുതി കൊടുത്തു ഒരിക്കൽ പാകിസ്ഥാൻ, ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ. പക്ഷേ പാകിസ്ഥാന്റെ ആ ചതി ചൈന മനസ്സിലാക്കിയത് ഇപ്പോൾ അമേരിക്ക താരിഫ് കൊണ്ടുവന്നപ്പോഴാണ്. ചൈനയ്ക്കും ഇന്ത്യക്കും ഒക്കെ കനത്ത താരിഫ്. പാകിസ്ഥാനോ എന്താണ് ചെയ്തത്? അവരുടെ രാജ്യത്ത് നിന്ന് അവരുടെ ധാതുക്കൾ കുഴിച്ചെടുക്കാനുള്ള സമ്മതപത്രം, പിന്നെ ലോക ബാങ്കിനെ കൊണ്ട് അങ്ങോട്ട് പാകിസ്ഥാന്റെ കടങ്ങൾ തീർക്കാനുള്ള ബില്യൺ കണക്കിന് ഡോളറിന്റെ സാമ്പത്തിക സഹായം. അത് കടമായിട്ടാണോ അമേരിക്ക ഡൊണാൾഡ് ട്രംപ് തരപ്പെടുത്തി നൽകിയ സാമ്പത്തിക സഹായമാണോ എന്ന് ഇനി കണ്ടറിയണം. എങ്കിലും ഇതിന് കമ്മീഷനായ ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം, ഞങ്ങൾ നിങ്ങളുടെ ധാതുക്കൾ കുഴിച്ചെടുക്കും, പക്ഷെ അതെങ്ങനെ കൊണ്ടുപോകും പാകിസ്ഥാനിൽ നിന്ന്? കാരണം ഇന്ത്യൻ മഹാസമുദ്രം വഴി കൊണ്ടുപോകാൻ പറ്റില്ല, ചൈന ബോർഡർ വഴി കൊണ്ടുപോകാൻ പറ്റില്ല. ഇന്ത്യ ഇവിടെ എതിർക്കും, ചൈന അവിടെ എതിർക്കും. അപ്പോൾ എന്ത് വേണം? ഞങ്ങൾക്ക് അറബിക്കടൽ വഴി ഈ ധാതുക്കൾ കുഴിച്ചെടുത്ത് അമേരിക്കയിലേക്ക് സംസ്കരിക്കാൻ കൊണ്ടുപോകണം. ഉടനെ പാകിസ്ഥാൻ ഭരണകൂടം റാൻ മൂളി. അമേരിക്ക എന്താണ് അവിടെ മനസ്സിൽ കണ്ടത്? അമേരിക്കയുടെ മനസ്സിൽ ഒന്നല്ല രണ്ട് ലഡ് പൊട്ടി. എപ്പോഴാണ്? ഈ ധാതു കുഴിച്ചെടുക്കുന്ന പദ്ധതിയെ കുറിച്ച് കേട്ടപ്പോൾ പാകിസ്ഥാൻ തിരിച്ചങ്ങോട്ട് പറഞ്ഞു, ഞങ്ങളെങ്കിലും ഒരു പോർട്ട് അങ്ങോട്ട് തരാം. അതൊരു വമ്പൻ ഓഫറായിരുന്നു അമേരിക്കയ്ക്ക്. ഓഫറാണ്. കാരണം അഫ്ഗാനിസ്ഥാനിൽ തങ്ങൾ ഉപേക്ഷിച്ചു പോയ ആ വ്യോമത്താവളം ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് അമേരിക്കയ്ക്ക് അറിയാം. അത് കിട്ടിയാലും അതിനകത്ത് കിടന്നുറങ്ങാൻ താലിബാൻ സേന, അഫ്ഗാൻ സൈന്യം സമ്മതിക്കില്ലെന്നും യുഎസിന് അറിയാം. എങ്കിൽ പിന്നെ ഏഷ്യയിൽ പുതിയൊരു താവളം, പുതുപുത്തൻ താവളം എന്തുകൊണ്ടത് പാകിസ്ഥാനിലായിക്കൂടാ എന്നൊരു തോന്നൽ. അവിടെ നിന്നുമാണ് അമേരിക്കയുടെ പാകിസ്ഥാൻ സ്നേഹം ആരംഭിക്കുന്നതും പാകിസ്ഥാൻ സൈനിക മേധാവി അടക്കം അമേരിക്കയിലെ ട്രംപിന്റെ അടുത്ത് ഈ വാലാട്ടി നിൽക്കുന്നത് തുടങ്ങുന്നത്. പാകിസ്ഥാനിലെ ധാതു സമ്പുഷ്ടമായ പസ്നിയിൽ ഖനനം ചെയ്തെടുക്കുന്ന ധാതുക്കൾ കൊണ്ടുപോകാൻ തുറമുഖം തന്നെ നൽകാമെന്ന് അങ്ങനെ പാകിസ്ഥാൻ അങ്ങോട്ട് സമ്മതം മൂളിയപ്പോൾ മനസ്സിൽ രണ്ട് ലഡ്ഡു പൊട്ടിയ അവസ്ഥയിലായി ട്രംപ്. അറബിക്കടലിൽ സ്വന്തമായ ഒരു വിശാലമായ പോർട്ട് സ്വന്തമായി ഉപയോഗിക്കാൻ കൈ കിട്ടിയാൽ അമേരിക്ക അതിനെ വാണിജ്യ അടിസ്ഥാനത്തിലല്ല ഉപയോഗിക്കുക. എല്ലായിടത്തും ചെയ്യുന്നത് പോലെ, ഖത്തറിൽ വരെ ചെയ്യുന്നത് പോലെ അമേരിക്ക അതിനെ സൈനിക വ്യോമത്താവളമായി, നാവികത്താവളമാക്കി മാറ്റും. അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ, വിമാനവാഹിനികൾ എല്ലാം അവിടെ കൊണ്ടിറക്കും അറബിക്കടലിൽ. പിന്നെ അറബിക്കടലും പാകിസ്ഥാനും യുഎസിന്റെ കയ്യിലാണ്. വേറെ കാര്യമുണ്ട്, ചൈന ഇത്രയും കണ്ട് അരിശമുണ്ടാക്കാൻ മറ്റൊരു കാരണമുണ്ട്. ഇക്കണോമിക് കോറിഡോറിന്റെ ഏറ്റവും അടുത്താണ്, 70 മൈൽ മാത്രം അകലെയാണ് ഇപ്പോൾ ഈ പസ്നി തുറമുഖം. പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് ദാനമായി നൽകാൻ ഒരുങ്ങുന്ന ആ തുറമുഖം. അപ്പോൾ ചൈന പിന്നെ എന്തിന് തങ്ങളുടെ വാണിജ്യ ചരക്ക് കയറ്റുമതിക്കായി ഇങ്ങനൊരു കോറിഡോർ പാകിസ്ഥാനിലൂടെ ഉണ്ടാക്കുന്നതെന്ന് ചൈന ആലോചിച്ചു തുടങ്ങി. കാരണം എന്നും ചൈനയ്ക്ക് ഭീഷണിയാകും അമേരിക്കയുടെ ഈ വെറും 70 മൈൽ മാത്രം അകലെയുള്ള ഈ തുറമുഖ സൈനിക താവളം. എല്ലാ കാലവും പാകിസ്ഥാനെ സാമ്പത്തികമായി സഹായിച്ചു വന്നത് അമേരിക്കയാണ്. അമേരിക്ക സാമ്പത്തിക സഹായമാണ് നൽകുന്നത്. എന്നാൽ ചൈന പാകിസ്ഥാനിൽ മുടക്കുന്ന ഓരോ തുകയ്ക്കും ചൈനയുടെ പക്കൽ കണക്കുണ്ട്. അത് കടമായിട്ടാണ് ചൈന നൽകുന്നത്. ചൈന എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അതെങ്ങനെ തിരിച്ചു വീട്ടുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നാൽ പിന്നെ കടം തന്നവനെ പുറത്തു വിട്ടിട്ട്
ഭിക്ഷ തരുന്നവനെ വലിച്ചകത്ത് കയറ്റാമെന്ന പാക് സൈനിക മേധാവിയുടെ കുടില തന്ത്രം പാക് പ്രധാനമന്ത്രി അതിന് സമ്മതം മൂളി. അങ്ങനെയാണ് പാകിസ്ഥാൻ ഇതാ തങ്ങളുടെ പസ്നി തുറമുഖം US എഴുതി കൊടുക്കാൻ തീരുമാനിച്ചത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ എന്തെങ്കിലും ഒരു ഇന്ത്യ ചൈന യുദ്ധമുണ്ടായാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ ചരക്ക് നീക്കം ഭീഷണിയാകുമ്പോൾ പാകിസ്ഥാൻ വഴി റോഡ് മാർഗം ചൈനയുടെ ചരക്കുകൾ കടത്തുവാനാണ് ചൈനയുടെ എക്കണോമിക് കോറിഡോർ ചൈന പാകിസ്ഥാനിലേക്ക് പണി തുടങ്ങിയത്. പണി നടത്തേണ്ടത് പാകിസ്ഥാനാണ്. ചൈനീസ് സാങ്കേതിക വിദഗ്ധരാണ് ചെയ്യുന്നത്. ഗിൽജിത് ബാൾട്ടിസ്ഥാൻ മുതൽ ഗോർഡോ വരെയുള്ള കോറിഡോറിന്റെ തുടക്കം മുതൽ അവസാനം വരെ മൊത്തം കലിപ്പാണ്. മൊത്തം പാക് വിരുദ്ധ പ്രവിശ്യകളാണ്, പാക് സർക്കാരിനെ അനുകൂലിക്കാത്ത പ്രവിശ്യകളാണ്. ഗിൽജിത് ബാൾട്ടിസ്ഥാനും ബലൂചിസ്ഥാനിലുമൊക്കെ ഈ പദ്ധതി എതിർക്കുന്നവരാണ് കൂടുതൽ. അങ്ങനെ ഒരു വ്യോമത്താവളം പാക് മണ്ണിൽ ആരംഭിക്കാൻ ഒരു നാണവുമില്ലാതെ പാകിസ്ഥാൻ ഇതാ US വാക്ക് നൽകിയിരിക്കുന്നു. ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ, ചൈന തുടങ്ങി എല്ലാ രാജ്യങ്ങളെയും, ഈ മേഖലയിലുള്ള എല്ലാ രാജ്യങ്ങളെയും അവിടെ ഇരുന്നു കൊണ്ട്, പാകിസ്ഥാനിൽ ഇരുന്നു കൊണ്ട് അമേരിക്കയ്ക്ക് നിരീക്ഷിക്കാം, എന്ത് വേണമെങ്കിലും പ്ലാൻ ചെയ്യാം, നിമിഷ നേരം കൊണ്ട് അവിടെ ചെന്ന് കുൽസിത പ്രവൃത്തികൾ ചെയ്ത് തിരിച്ചു വരാമെന്നതാണ് US തന്ത്രം. ഇനി ഓപ്പറേഷൻ സിന്ദൂർ 2ാം ഘട്ടം ഇന്ത്യ എടുത്ത് പ്രയോഗിച്ചാൽ ഇന്ത്യയുടെ അടി കനത്തതായിരിക്കുമെന്നും പാക് അധിനിവേശ കാശ്മീർ മൊത്തത്തിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമെന്നും ഒക്കെ പാകിസ്ഥാന് വ്യക്തമായി അറിയാം. അതുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്കൻ സൈന്യത്തെ പാകിസ്ഥാൻ എല്ലാ അഭിമാനവും അടിയറവ് വെച്ചുകൊണ്ട് തങ്ങളുടെ രാജ്യത്തേക്ക് ഭൂമി എഴുതി കൊടുത്ത് ക്ഷണിച്ചിരിക്കുന്നത്. പണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് വന്ന കാര്യം അറിയാത്തവരൊന്നുമല്ല പാകിസ്ഥാൻ. അതിനുശേഷം അന്നത്തെ അവിഭക്ത ഇന്ത്യ, പാകിസ്ഥാനും ഇന്ത്യയും ചേർന്നുള്ള ആ പ്രദേശത്തെ സ്വതന്ത്രമാക്കാൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാളികൾ എന്തുമാത്രം കഷ്ടപ്പെട്ടു എന്ന് വ്യക്തമായി അറിയാവുന്നവരാണ് പാകിസ്ഥാൻ. ഒന്നുമല്ലെങ്കിലും മുഹമ്മദ് അലി ജിന്നയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ പങ്കിനെ കുറിച്ച് അറിയാത്തവരാണ് ഈ പാകിസ്ഥാൻകാർ. അവരിപ്പോൾ എന്താണ് ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ അമേരിക്ക പാക് മണ്ണിൽ ആയുധം ഉറപ്പിച്ച് നിരീക്ഷണം തുടങ്ങിയാൽ അധിനിവേശത്തിന് മറ്റെന്തെങ്കിലും പേര് കണ്ടുപിടിക്കേണ്ടി വരും, മറ്റെന്തെങ്കിലും അർത്ഥവും കൊടുക്കേണ്ടി വരും. പാകിസ്ഥാൻ തുറമുഖം മൊത്തത്തിലെടുത്ത് വിൽക്കുകയാണ്, അല്ലാതെ ഒരു കാലത്തേക്ക് പാട്ടത്തിന് നൽകുകയല്ല പാകിസ്ഥാൻ ഇപ്പോൾ അമേരിക്കയ്ക്ക് ചെയ്യാൻ പോകുന്നത്. മൊത്തത്തിൽ ഏറെ കാലത്തേക്ക് വിൽക്കുകയാണ്. അപ്പോൾ ഈ തുറമുഖം, ആ ഭൂമി, പസ്നി അടക്കം അമേരിക്കയുടെ കയ്യിൽ തന്നെയാണ്. അമേരിക്കയ്ക്ക് ധാതു ഒന്നും അവിടെ വേണ്ട, അതൊക്കെ സെക്കൻഡറിയാണ്. അമേരിക്കയ്ക്ക് വേണ്ടത് അവിടെ വിമാനവാഹിനി കപ്പൽ വരണം, യുദ്ധക്കപ്പലുകളുടെ ഫ്ലീറ്റുകൾ വരണം. അവരിങ്ങനെ അറബിക്കടലിലൂടെ റോന്ത് ചുറ്റിക്കൊണ്ടിരിക്കണം. ഇടയ്ക്ക് ഇവിടെ വന്ന് ഇടത്താവളമായി ഉപയോഗിക്കണം. ഇവിടെ ഇരുന്നു കൊണ്ട് മിസൈലുകളടക്കം വിന്യസിക്കണം. പാക് മണ്ണിൽ നിന്നുകൊണ്ട് ലോകരാഷ്ട്രങ്ങളെ ഭീതിപ്പെടുത്തണം, ഇറാനെ അടക്കം. ഇറാൻ മിണ്ടാതിരിക്കുമോ? അഫ്ഗാനിസ്ഥാൻ മിണ്ടാതിരിക്കുമോ? ഈ പറയുന്ന ചൈന മിണ്ടാതിരിക്കുമോ? ഇന്ത്യ മിണ്ടാതിരിക്കുമോ? ആരാണ് മിണ്ടാതിരിക്കുക എന്ന് ഇനി കാത്തിരുന്ന് കണ്ടു വരും. അതുകൊണ്ട് തന്നെയാണ് ചൈന പാകിസ്ഥാനോട് എല്ലാ ബന്ധവും അങ്ങ് അടിവേര് തൊട്ട് വെട്ടിമാറ്റിയത്. ഇന്ത്യയുമായുള്ള ശത്രുതയ്ക്ക് പകരം വീട്ടാനായി പാക് സൈനിക മേധാവി അസീം മുനീറും പ്രധാനമന്ത്രി ട്രംപിന് പാകിസ്ഥാനെ കൈമാറുമ്പോൾ ഇന്ത്യ ചൈന ബന്ധം വീണ്ടും ശക്തിപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഇപ്പുറം കാണാനാകുന്നത്. അതാണ് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച